الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. صدق الله العلي العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഈ സമയത്ത് അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുആകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവേ, ഞങ്ങളുടെ റമളാൻ കാലയളവിൽ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ അമലുകൾ അള്ളാഹുവിനെ സ്വീകരിക്കണമേ എന്നുള്ളതാണ്. ഒരു നന്ദിയുള്ള ഒരു വിശ്വാസിയുടെ ഗുണമായിട്ട് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. ലോകത്തിന് കേന്ദ്രം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് പണിത് അത് പൂർത്തിയായതിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് നടത്തിയിട്ടുള്ള പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പ്രാർത്ഥനകളായി, ദുആകളായി, നോമ്പായി, നമസ്കാരമായി, മറ്റു അമൽ സ്വാലിഹാത്തുകളായി, രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തി രാത്രിയെ ജീവനോടുകൂടി സജീവമാക്കി, ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു വിശ്വാസി അടുത്തിട്ടുണ്ട് എങ്കിൽ നോമ്പും പെരുന്നാളും കഴിഞ്ഞതിന് ശേഷം ആ വിശ്വാസിയുടെ നാവിൽ നിന്ന് വരുന്ന അടുത്തൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മുടെ പ്രാർത്ഥന അല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒട്ടും പരിഗണിക്കുക തന്നെ ഇല്ല. ഇപ്പൊ വെറും കർമ്മങ്ങൾ മാത്രം ചെയ്ത് അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരു സീസൺ ബേസിൽ കുറച്ച് ആരാധനകളും നോമ്പൊക്കെ അനുഷ്ഠിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്ന വിധത്തിൽ എന്റെ കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കും, ഞാൻ ശ്രദ്ധിക്കും, എനിക്ക് തോന്നുന്നത് പോലെ എന്റെ രാപ്പകലുകളെ ഞാൻ മാറ്റിയെടുക്കും, ഇനി അടുത്ത റമളാൻ ഇതുപോലെ തന്നെ സീസണിൽ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന ഒരു മനോഭാവത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഉള്ളതെങ്കിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു കാര്യവും നമുക്കില്ല. അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നമ്മുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒട്ടും പരിഗണിക്കുക തന്നെ ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു കേട്ട് നമുക്ക് ഉത്തരം നൽകണമെങ്കിൽ നിരന്തരമായി കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ എന്ന് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന. മാത്രമല്ല നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വീണ്ടും നമ്മൾ പ്രതിജ്ഞ പുതുക്കിയിട്ട് പറയും അല്ലാഹുമ്മ അഹീനാ മുസ്ലിമീൻ വഅമിത്നാ മുസ്ലിം. അള്ളാഹു ഞങ്ങളെ നീ മുസ്ലിങ്ങളായിട്ട് ജീവിപ്പിക്കണം. ഞങ്ങൾ ഇനി ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക്, പല ഇടപാടുകളിലേക്ക്, പല സംവിധാനത്തിലേക്ക്, ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാം. ഞങ്ങൾക്കതെന്നെ അറിയില്ല. ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാനിന്റെ ഇടക്ക് നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും പല മേഖലയിലേക്ക് നമ്മൾ വ്യാപിക്കും. പല മാറ്റങ്ങൾ ചില ജീവിതത്തിൽ പല ആളുകൾക്കും സംഭവിക്കും. പല പുരോഗതി ഉണ്ടാകും, കുടുംബത്തിൽ പലതും ഉണ്ടാകും. അപ്പൊ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അഹീനാ മുസ്ലിമീൻ വഅമിത്നാ മുസ്ലിം. ജീവിതത്തിന്റെ ഏത് വ്യവഹാരങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടാലും അല്ലാഹുവെ മുസ്ലിങ്ങളായി കൊണ്ട് തന്നെ ഞങ്ങളെ ജീവിപ്പിക്കണം. അവസാനം ഞങ്ങൾ ഇതാ വഅമിത്നാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായി കൊണ്ട് തന്നെ ഞങ്ങൾ അല്ലാഹുവിനെ മരിപ്പിക്കണം. അല്ലാഹുമ്മ അഹീനാ ബിൽ കിതാബി വസ്സുന്ന. അല്ലാഹുവെ ജീവിതത്തിന്റെ ഓരോ അലക്കങ്ങളിലും അടക്കങ്ങളിലും, രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, ഇവിടങ്ങളിലൊക്കെ തന്നെ അല്ലാഹുമ്മ അഹീനാ ബിൽ കിതാബി വസ്സുന്ന. അല്ലാഹു നിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും അനുസരിച്ചുകൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കണം. കാരണം ഈ കിതാബ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഖുർആൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം എന്ത് എന്ന് നമ്മൾ രാവും പകലും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതെന്താ ഞങ്ങളോട് പറയുന്നത് എന്നൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മൾ അള്ളാഹിനോട് നടത്തുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ അഹീനാ ബിൽ കിതാബി വസ്സുന്ന. അള്ളാഹുവെ ഈ വേദഗ്രന്ഥം അനുസരിച്ച്, പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് അള്ളാഹു ഞങ്ങളെ നീ ജീവിപ്പിക്കണം. വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. ഈമാനോട് കൂടിയിട്ടും തൗബയോട് കൂടിയിട്ടും അല്ലാഹുവേ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഞങ്ങളെ മരിപ്പിക്കണം. ആ സ്വഭാവത്തിൽ ഞങ്ങളെ നീ മരിപ്പിക്കണം. ഇത് നമ്മളെല്ലാവരും നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അതിനുവേണ്ട ഒരു കാര്യം എന്താണ്? ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, റമളാൻ എന്തായാലും നമ്മുടെ ജീവിതത്തിലേക്ക് എന്തോ ഒരു നന്മ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ ഒരു നന്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. ചിലപ്പോൾ അത് സ്വഭാവമായിരിക്കും, പെരുമാറ്റമായിരിക്കും, സാമ്പത്തിക ജീവിതത്തിലെ സൂക്ഷ്മതയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിച്ചെറിയണം എന്ന് വിചാരിക്കുന്ന ചില ദുശീലങ്ങൾ ഉണ്ടാവും. ഒരു മാസത്തെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് ആ ദുശീലങ്ങളെ മുഴുവൻ വലിച്ചെറിയാനും ഇല്ലാതാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഈമാൻ ഇങ്ങനെ പ്രസരിപ്പിക്കുന്ന, അതിങ്ങനെ കത്തിച്ചൊലിക്കുന്ന വിധത്തിൽ ഈമാനിന്റെ ഒരാളുകളായിട്ട് അവർ മാറിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമില്ലാതെ റമളാൻ ഒരാളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. ഇത് അതുപോലെ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രദ്ധ, അതുപോലെ നിലനിർത്താനുള്ള ഒരു ശ്രദ്ധ. നല്ലദീന ഖാലൂ റബ്ബുനാ അല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഇതിന്റെ ഒരു സ്ഥിരത ഉണ്ടാവുക. ഒരാളുകൾ തമാശക്ക് പറയുന്നുണ്ട്, നോമ്പ് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ വിചാരിച്ചത് നോമ്പട് കഴിഞ്ഞിട്ട് എന്നിട്ട് ചോനോട് രണ്ട് വർത്താനം പറയാം, എനിക്ക് ഓരോന്ന് കാണണം, നോമ്പ് കഴിഞ്ഞാൽ ഞാൻ കാത്തിരിക്കും. അപ്പൊ നോമ്പിന് എന്തോ ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത ഉണ്ട്. ശ്രേഷ്ഠത എല്ലാം നല്ലതാണ്. എപ്പോഴും നമ്മൾ എങ്ങനെയാണ്? നോമ്പ് കാലത്ത് മാത്രം നിസ്കാരക്കാരൻ, നോമ്പ് കാലത്ത് മാത്രം ഈമാനിന്റെ ആള്. നിങ്ങള്
റമളാനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ റമളാൻ കഴിഞ്ഞു. നിങ്ങൾ റമളാനിന്റെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ എന്നും ജീവിക്കുന്നവനും നിലനിൽക്കുന്നവനുമാണ് റമളാനിന്റെ റബ്ബ്. ഇത് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ റമളാനിന്റെ ഒരു പ്രത്യേകമായ വിഭാഗം അതൊന്നുമല്ല. അതിനുശേഷവും അത് സ്ഥിരതയോടുകൂടി നിലനിർത്താനുള്ള ശ്രദ്ധ, അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അതിലൊരു നൈരന്ധ്യം ഉണ്ടാവും, ഒരു തുടർച്ച ഉണ്ടാവും. ഞാൻ വെറുതെ ഒന്ന് അന്വേഷിക്കുകയാണ്. ഒരാഴ്ചയായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. ഈ ഒരാഴ്ചയായപ്പോഴേക്ക് ഒരു 7 സുബഹി നമുക്ക് കിട്ടി, 8 സുബഹി നമുക്ക് കിട്ടി. റമളാന്റെ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലെ സുബഹി നമസ്കാരം പള്ളിയിൽ അനുഷ്ഠിച്ച ആളുകൾ റമളാൻ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇപ്പം ഈ ഒരു വെള്ളിയാഴ്ച കിട്ടും. എത്ര സുബഹി ജമാഅത്ത് ആളുകൾക്ക് കിട്ടി? വെറുതെ നമ്മളൊന്ന് അന്വേഷിക്കുക. റമളാന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഖുർആൻ പാരായണം ഒരു ജുസ് നടത്തിയ റമളാൻ കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച, 7 ആഴ്ച കൊണ്ട് ഖുർആനായിട്ടുള്ള ബന്ധം എങ്ങനെ? ഒരു ജുസ് വേണ്ട, ഒരു 5 പേജ്. ഒരു ജുസ് 10 പേജാണ്, ഒരു 5 പേജ്. ഇപ്പൊ 5 ജീവിത തിരക്കൊണ്ട് കണ്ട് റമളാന് ഞാനിങ്ങനെ നിർത്തിച്ചിരുന്ന കുറെ ലൗകികമായ കുറെ കാര്യങ്ങളുണ്ടായി. ഒരാഴ്ച കൊണ്ട് അതൊക്കെ സെറ്റാണെങ്കിൽ തിരക്കിന്റെ ഇടയിൽ ഒരു 3 പേജ്, 2 പേജ് വെറുതെ ഞാനൊന്ന് അന്വേഷിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരോടും നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിച്ചു. റമളാന്റെ സമയത്ത് ഞാൻ ഖിയാമുൽ ലൈൽ അനുഷ്ഠിക്കും. നമുക്ക് ചിലപ്പോ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്, റമളാനിൽ സ്പെഷ്യൽ നിസ്കാരമാണ് തറാവി. തറാവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തറാവി എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്നതിനാ തറാവി എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ 2 റക്അത്ത് കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുന്നു, റാഹത്ത് നമുക്കറിയാം. ഇതിനാണ് തറാവി എന്ന് പറയുന്നത്. ആ നിസ്കാരത്തിന്റെ പേരെന്താ? ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ ഒക്കെയാണ്. ഇത് 3 ഒന്നാണ്. ഒരാള് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, ആ നമസ്കാരത്തിന് നമ്മൾ തഹജ്ജുദ് എന്ന് പറയും. ഒരാൾ രാത്രി നമസ്കരിക്കുന്നു, ഖിയാമുൽ ലൈൽ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നു ഖിയാമുൽ ലൈൽ. അത് ചിലപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കും, ഉറങ്ങി ശേഷം എഴുന്നേറ്റ് സുബഹി നമസ്കാരത്തിന്റെ മുമ്പായിട്ട് നമസ്കരിക്കും, അതും ഖിയാമുൽ ലൈൽ. വേറെ ആള് ഈ നിസ്കാരം എങ്ങനെ അനുഷ്ഠിക്കണം എന്ന റസൂൽ പഠിപ്പിച്ചത് ഒറ്റയായിട്ട് നിസ്കരിക്കണം. 3 റക്അത്ത്, 5 റക്അത്ത്, 7 റക്അത്ത്, 9 റക്അത്ത്, 11 റക്അത്ത്, ഇങ്ങനെ ഒറ്റയായിട്ട് നിങ്ങൾ നിസ്കരിക്കണം. അപ്പം സ്വലാത്തുൽ വിത്ർ, അങ്ങനെ ഒറ്റയായിട്ട് നമസ്കരിക്കുന്നത്. ഈ 3 പേരും റസൂൽ പഠിപ്പിച്ചത് വിത്ർ, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ. തറാവീഹിന് അതിന് ശേഷം നമ്മളിപ്പം നല്ലൊരു ഇമാമിനെയൊക്കെ നിശ്ചയിച്ച് കൂലിയൊക്കെ കൊടുത്തിട്ട് നിർത്തുന്ന ഒരു നിസ്കാരമല്ല. അതിനുശേഷം റസൂലിന്റെ ഒക്കെ കാലങ്ങൾക്ക് ശേഷം ആളുകൾ ഇങ്ങനെ പള്ളിന്റെ സൗകര്യങ്ങളൊക്കെ വികസിച്ചപ്പോൾ പല ആളുകളും പല ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ ഒറ്റക്കൊറ്റ ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങിയ സമയത്ത് ആളുകൾ അതിലൊരു ഇജ്തിഹാദ് നടത്തിയിട്ട് തീരുമാനിച്ച കാര്യമാണ് ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്. എന്നാൽ നമുക്കൊരു ഇമാമിന്റെ കീഴിലായിട്ട് നോമ്പിന് നമുക്ക് നിസ്കാരം ഉണ്ടാകും. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ആ നമസ്കാരത്തിന് തറാവീഹ് എന്നുള്ള പേരിട്ടു. അപ്പൊ നമ്മളെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് റമളാന്റെ ഒരു പ്രത്യേക നിസ്കാരമാണ്. റമളാന്റെ ഒരു പ്രത്യേക നിസ്കാരം. അപ്പൊ 8 മണിക്ക് ബാങ്കാണെങ്കിൽ നോമ്പായതുകൊണ്ട് 8:20 ഇശ, 8:40 കൂടിയിട്ട് തറാവി 9 കൂടിയിട്ട് പൊടി തട്ടി ഒക്കെ പള്ളി ഓഫാക്കിയിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇങ്ങനെ നിസ്കാരം ഇല്ല. എപ്പോഴാണ് വേണ്ടത്? റമളാനിന്റെ മുമ്പും റമളാൻ കാലം കഴിഞ്ഞാലും റമളാന്റെ സമയത്തും നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഖിയാമുൽ ലൈൽ. ഞാൻ വെറുതെ ചോദിച്ചു നോക്കട്ടെ, തറാവി കഴിഞ്ഞതിന് ശേഷം ഖിയാമുൽ ലൈൽ നിസ്കരിച്ച എത്ര ആളുകൾ? 1 റക്അത്ത്, 3 റക്അത്ത്, 5 റക്അത്ത്, എത്രയാണോ നമ്മളെ സൗകര്യം. അതിന് ഇമാമും വേണ്ട, നമുക്കറിയുന്ന ഭാഗങ്ങൾ നമ്മൾ പാരായണം ചെയ്യാം. നമുക്കറിയുന്ന ഭാഗങ്ങൾ പാരായണം ചെയ്യാം. ജമാഅത്ത് നമസ്കാരങ്ങളിൽ 5 സമയങ്ങളിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ പുലർത്തിയത് ഒരു ശ്രദ്ധ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എത്ര ജമാഅത്ത് നമുക്ക് കിട്ടിയത്? എത്ര ജമാഅത്ത് നമുക്ക് കിട്ടിയത്? ഇങ്ങനെ ഒരു നോമ്പ് കാലത്ത് മാത്രമായ ഒരു പ്രത്യേക സീസൺ ബേസ് കൊണ്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ, ആരാധന, ഇതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഒന്നുമില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അനുസരിക്കുക, റസൂലിനെയും അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്. കർമ്മങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്. കർമ്മങ്ങൾ നിങ്ങൾ പാഴാക്കി കളയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം? അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു, ഖാല ദുവമുഹാ വ ഇൻ ഖല്ല,
നിങ്ങൾക്ക് വളരെ കുറച്ചാണെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മം ഉണ്ടാവും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഇഷ്ടം. വളരെ കുറച്ചുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, 2 പ്രധാനപ്പെട്ട സുന്നത്തുകൾ. അത് റസൂൽ ജീവിതത്തിൽ ഇന്ന് വരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത്, മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ രാത്രിയുടെ നമസ്കാരം. രാത്രി നമസ്കാരം രാത്രി നമസ്കാരം ഒരാൾക്ക് ഇനി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയണില്ല, അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. സുബഹി ബാങ്ക് ഒരു 5:10-നും 5:05-നൊക്കെയാണല്ലോ സുബഹി ബാങ്ക്. അപ്പം ഒരാൾ ആഗ്രഹിക്കുകയാണ്, ഞാൻ 4 മണിക്ക് 4:45 എഴുന്നേറ്റിട്ട് ഖിയാമുൽ ലൈൽ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. പക്ഷെ എന്താ കഴിയണില്ല. ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ വൈകും, അല്ലെങ്കിൽ തലേന്ന് രാത്രി ഉണ്ടാവും, ജോലിന്റെ ക്ഷീണം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ശരീരം എഴുന്നേറ്റിട്ടാണ്. ഒരാൾക്ക് അങ്ങനെ തോന്നുകയാണ്, ഞാൻ ഇനി എഴുന്നേൽക്കാൻ കഴിയില്ല തോന്നുകയാണെങ്കിൽ അയാൾ ഉറങ്ങുന്നതിന്റെ മുമ്പെങ്കിലും 3 റക്അത്തോ 5 റക്അത്തോ ആയിട്ട് നമസ്കരിക്കാം. സുബഹിന്റെ മുമ്പുള്ള ഇത് ഫർള് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടു നടന്ന 2 പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളായി. ഫർള് പോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ റമളാനാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയമാണെന്നോ എന്നൊന്നും നോക്കട്ടെ, യാത്രയിലാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് കൊണ്ടു നടന്നൊരു കാര്യമായി. നിങ്ങളിങ്ങനെ ആരാധനകൾ ചെയ്തിട്ട് അങ്ങോട്ട് എല്ലാ സമയം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെ കുറച്ചാണെങ്കിലും പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു പേജ് പാരായണം, ഒരു ജുസ്ഉ പാരായണം ചെയ്യാൻ ചിലപ്പോൾ കഴിയില്ല. അതേസമയം ഒരു ദിവസം നമ്മളിൽ നിന്ന് വിടുവാങ്ങുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഇന്ന് ഖുർആൻ പാരായണം ചെയ്ത, ഖുർആൻ പഠിച്ച, ഒരു പേജെങ്കിലും പാരായണം ചെയ്ത, ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ഞാൻ പഠിച്ച ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്ന് എന്ന് രാത്രി 10:30 കൂടിയിട്ട് ബെഡിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഉറപ്പുവരുത്താൻ കഴിയണം. ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, ഖുർആൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം. ഇനി ഒരാൾ ജീവിതത്തിൽ നല്ലൊരു ശീലമായിട്ട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ റമളാനിന് ശേഷം തീരുമാനിച്ചൊരു കാര്യം, അൽഹംദുലില്ലാഹ് എന്ന് സുബൈക്ക് കണ്ടപ്പോൾ പറഞ്ഞതാണ്, തീരുമാനിച്ചത് ഒരു ദിവസം ഒരു പേജ് ഒരു ആയത്ത് പഠിക്കണം. ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഒരു ആയത്ത് പഠിക്കണം. അപ്പൊ അതങ്ങനെ ആ ഒരൊറ്റ ആയത്തുണ്ട്, ആ ആയത്ത് ഞാനൊന്ന് പാരായണം ചെയ്യും, ആയത്ത് ഞാനൊന്ന് എന്നിട്ട് അതിന്റെ അർത്ഥം നോക്കും. ആയത്തിന്റെ വിശദാംശങ്ങൾ എന്റെ കയ്യില് എന്റെ ഫോണിലുള്ള മൊബൈലിലുള്ള ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആപ്പിൽ നിന്ന് കിട്ടുന്ന ചില തഫ്സീറുകളുണ്ട്, എനിക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന തഫ്സീറുകളുണ്ട്. ഏതാണോ നമുക്ക് ഏറ്റവും സൗകര്യം, ഏതാണോ നമുക്ക് നല്ലത്, അത് നോക്കിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആ തഫ്സീർ, അപ്പൊ ഒരു ദിവസം ഒരു ആയത്ത് പാരായണം ചെയ്യും, ആ ഒരു ആയത്തിന് അർത്ഥം മനസ്സിലാക്കും, ആ ഒരു ആയത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കും. ഒരാഴ്ച കൊണ്ട് 7 ആയത്ത്, ഒരു മാസം കൊണ്ട് 30 ആയത്ത്, ഒരു കൊല്ലം കൊണ്ട് 365 ആയത്ത്. അല്ലെങ്കിൽ ജീവിതത്തിൽ കിട്ടുന്ന നിർബുദ്ധി എത്ര? ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ദിവസത്തെ മുസ്ലിങ്ങളായിട്ട് ഖുർആനിന്റെ ആളുകളായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരായിട്ട് നമുക്ക് അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമുക്ക് അങ്ങനെ അടുക്കാൻ കഴിയുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേകമായ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹുവെ, ഞങ്ങളിപ്പോ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നല്ല ഒരു വഴിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. റബ്ബനാ ലാ തുസിഉ ഖുലൂബന. ഈ അള്ളാഹു ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് ഒരു വക്രതയുള്ള ഒരു മനസ്സാക്കിയിട്ട് മാറ്റരുത്. ഞങ്ങളുടെ മനസ്സിനെ അള്ളാഹു അതിൽ നിന്ന് തെറ്റിച്ച് കളയല്ല. റബ്ബനാ ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അള്ളാഹു, ഞങ്ങൾ ഒരു മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ഹിദായത്തിലേക്കും സന്മാർഗത്തിന്റെ വഴിയിലേക്കും നല്ല വഴിയിലേക്കും ഞങ്ങൾ കടന്നെത്തിയിട്ടുണ്ട്. അള്ളാഹു, ഇനി ഞങ്ങളെ മനസ്സിനെ അതിൽ തെറ്റിച്ച് കളയട്ടെ. സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബനാ ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, വീണ്ടും ഞങ്ങൾക്ക് ഇനി നിന്റെ കാരുണ്യത്തിന്റെ ഈ പേമാരി ഞങ്ങൾ അല്ലാഹുവിനെ ചൊരിയണേ. വീണ്ടും ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകണമേ. റബ്ബനാ ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഒരു മാസത്തെ ട്രെയിനിങ് അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഓടിയാണ്. ഒരു മാസത്തെ ട്രെയിനിങ് കൊണ്ട് നമുക്ക്
അനുവദനീയമായ കാര്യങ്ങൾ പോലും നമുക്ക് അള്ളാഹുവിന് വേണ്ടിയിട്ട് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് കഴിഞ്ഞു. ആലോചിച്ചു നോക്കുങ്ങൾ. നമുക്ക് അള്ളാഹ് ഹലാലാക്കിയ ചില കാര്യങ്ങൾ പോലും റമളാനിന്റെ പകലിൽ ത്യജിക്കാനും അതിനെ ഉപേക്ഷിക്കുവാനും നമുക്ക് കഴിഞ്ഞു. ഇതിനേക്കാൾ വലിയ ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ്ങിലൂടെ ഞങ്ങളിതാ വളർന്ന് ഇനി അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തിന് കൊണ്ടുപോകരുത്. അത് ഞങ്ങൾക്ക് ഇനി വക്രത ഉണ്ടാക്കരുത്. ആ ഹൃദയത്തിന് മാറ്റം ഉണ്ടാക്കരുത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വതഅതിക. ഈ ഹൃദയം ഉണ്ടല്ലോ, അതിനങ്ങട്ട് ഇളക്കി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. നിന്റെ അനുസരണത്തിൽ, നിന്നോടുള്ള ത്വഅത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ പിടിച്ചു നിർത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു നീ മാറ്റിമറിക്കല്ല റബ്ബേ. വമിനൻ നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫി. ചില ആളുകളുണ്ട് ഓരത്ത് വെച്ചിട്ട് ഇങ്ങനെ അള്ളാഹനെ ആരാധിക്കുന്ന ആളുകൾ. സൗകര്യം ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് കൂടി ചിന്തിക്കുന്ന ആളുകൾ. റമളാന്റെ സമയത്തൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. റമളാൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ എന്റെ ലൗകികമായ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. ഒരു വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗുണം ഭൗതികമായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ അതിലൂടെ ഭൗതികമായ നേട്ടങ്ങളും മെച്ചങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരാം. പള്ളിയിൽ വരുന്ന വിഷയം, ജമാഅത്തിൽ പങ്കെടുക്കുന്ന വിഷയം. ഇപ്പം മഹലിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾക്ക് അതിന്റെ എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ കിട്ടും. ആ ലിസ്റ്റിനെ നമ്മൾ കടന്നുകൂടും, പള്ളിയിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പള്ളിയും മഹലും സംവിധാനവും അതിന്റെ സുഖമായിട്ട് നമുക്ക് സൗകര്യത്തോടു കൂടിയിട്ട് ഒത്തുപോകാം. ഇനി നേരെ തിരിച്ചു പോയി ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ എനിക്ക് അനുകൂലല്ല, പ്രതികൂലമാണ് എങ്കിൽ പിന്തിരിഞ്ഞു കളയും. ഇങ്ങനെ ജീവിതത്തിൽ നിലപാടെടുക്കുന്ന ഒരാളുണ്ട്. അവര് അറഫിൽ നിന്നിട്ട്, വക്കിൽ നിന്നിട്ട്, ഒരു ഓരത്ത് നിന്നിട്ട് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബ് പ്രകാരം, ഹനഫി മദ്ഹബ് പ്രകാരം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ജമാഅത്ത് നമ്മൾ നിസ്കരിക്കുമല്ലോ. അപ്പൊ ജമാഅത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാൻ റമളാന്റെ സമയത്ത് നമ്മൾ തയ്യാറായി. പള്ളിയിൽ ബാങ്കിന്റെ മുമ്പ് നമ്മൾ എത്തും. ജമാഅത്തിന് ശേഷം നമുക്ക് ഏത് സമയത്ത് ചെന്നാലും പള്ളിയിൽ ജമാഅത്ത് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മളങ്ങോട്ട് പിന്തുടർന്ന് കൂടി നിസ്കരിക്കുന്ന രീതി ഉണ്ടാവുന്നില്ല. പക്ഷെ ഇമാം അബൂ ഹനീഫ പറയുന്നത് ഒറ്റ ജമാഅത്ത് ബാങ്ക് കൊടുക്കുക, ബാങ്കിന്റെ ഇടയിൽ ജമാഅത്ത് നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക, ഇഖാമത്ത് കൊടുക്കുക, ജമാഅത്ത്. ഇപ്പൊ നിങ്ങൾ നോർത്തിലൊക്കെ കേരളം വിട്ടിട്ട് ഈ ഹനഫി മദ്ഹബുള്ള പല സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ നിസ്കാരത്തിന് ശേഷം വൈകിയതിനു ശേഷം നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ചിലപ്പോൾ അങ്ങനെ നോക്കും, ഇവർ ബന്ധിപ്പടിയെ ചെയ്യുന്നത്. ഈ ഷാഫി മദ്ഹബിലാണ് പിന്നെ ആദ്യത്തെ ജമാഅത്തിന് ശ്രേഷ്ഠത. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒക്കെ ജമാഅത്താക്കാം, എന്നിട്ട് വീണ്ടും ഒക്കെ ജമാഅത്തിന്റെ പ്രതിഫലം ഉണ്ട് എന്ന് ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്. അതേസമയം ഹനഫി മദ്ഹബിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹനഫി മദ്ഹബിൽ ഒറ്റ ജമാഅത്ത് വേണമെങ്കിൽ നിങ്ങൾ ഇഖാമത്തിന്റെ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ആളുകൾക്ക് ജമാഅത്ത് കിട്ടുന്നതിനൊരു സൗകര്യം. അപ്പൊ നമ്മൾ ഡൽഹിയിലൊക്കെ പോയാലും ബാങ്കിന്റെ സമയം ഒരേ സമയമാണെങ്കിൽ പരമാവധി ആളുകൾക്ക് ഈ ജമാഅത്ത് കിട്ടുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പല പള്ളികളിലും പല സമയങ്ങളിൽ ഇഖാമത്തുകൾ ഉണ്ടാവും. അലിഗഡ് ക്യാമ്പസിലൊക്കെ വിശാലമായ ക്യാമ്പസിലാണ്, ധാരാളം പള്ളികൾ. അവിടെയൊക്കെ ഒരു സമയത്ത് ബാങ്ക് കൊടുക്കും, എന്നിട്ട് ആളുകൾക്ക് ജമാഅത്ത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് ജമാഅത്തിന്റെ സമയങ്ങൾ പല സമയങ്ങളാക്കിയിട്ട് മാറ്റും. കാരണം ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രാധാന്യം ശ്രേഷ്ഠതയാണ്. ഒറ്റക്ക് നമസ്കരിക്കരുത്. ഞാൻ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ കടന്നു വരിക. ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവുക. അതിലൂടെ നമുക്ക് ഒരു ഭക്തി ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ വരുന്ന റിസ്കുകൾ സഹിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് അത്രയും നടന്നു പോകുന്നത്. കാലിന് മുട്ടിന് വേദന, ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളും പറയുന്നു. പക്ഷേ ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ഹമാസിന്റെ വിപ്ലവകാരി രക്തസാക്ഷിത്വം വരിച്ചിട്ട് 2004-2026 ഏകദേശം 22 വർഷം പൂർത്തിയാകുന്ന സമയം ഈ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു മുഖ നടക്കണ ഷെയ്ഖ് അഹമ്മദ് യാസീൻ നമ്മൾ കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. വീൽ ചെയറിൽ ഇരിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീനെ നമ്മൾ കണ്ടു. വീൽ ചെയറിൽ ഇരിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീൻ, ചിരിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീൻ. ഈ 2004 മാർച്ച് 22 ഈ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ മുകളിലേക്ക് ബോംബ് എറിഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ പട്ടാളം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ഷെയ്ഖ് അഹമ്മദ് യാസീൻ രക്തസാക്ഷിത്വം വഹിച്ചു. അത് വീട്ടിലിരിക്കുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീനെ അല്ല, നടക്കാൻ കഴിയാത്ത, കൈ ചലിപ്പിക്കാൻ കഴിയാത്ത, തല മാത്രം ചലിക്കണം,
തലച്ചോറ് മാത്രം വളരെ ഇങ്ങനെ തെച്ചിട്ട് നിൽക്കുന്നു. നടക്കാനും ഇരിക്കാനും സഞ്ചരിക്കാനൊക്കെ പരസഹായം വേണ്ട ഒരു ഷെയ്ഖാണ്. ഇസ്രായേൽ പട്ടാളത്തിനറിയാമോ, അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് സുബഹി ജമാഅത്തിന് ഇന്ന പള്ളിയിൽ അദ്ദേഹത്തെ ശരിക്ക് എല്ലാ ഉദറുകളുള്ള മനുഷ്യൻ, പള്ളിയിൽ വരാതിരിക്കാനും ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാനും എല്ലാ ഉദറുകളുള്ള മനുഷ്യൻ, തലം മാത്രമേ ചലിക്കുന്നുള്ളൂ. കൈ ഉയർത്തി സംസാരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ നമ്മൾ കണ്ടിട്ടില്ല, നടക്കുന്ന ഷെയ്ഖ് അബ്ദുൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കാണാം, ഇങ്ങനെ പ്രസന്നവധനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷെയ്ഖ് അഹ്മദ് യാസീൻ. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് വന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഇസ്രായേൽ പട്ടാളം വന്നിട്ട് അദ്ദേഹത്തെ ബോംബെറിഞ്ഞിട്ട് കൊല്ലുന്നത്. എന്തിനാ ഒരു 80-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു വൃദ്ധനായ മനുഷ്യൻ, നടക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ സുബഹിക്ക് പള്ളിയിൽ വരേണ്ട ആവശ്യമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രിയപ്പെട്ട മുഅദ്ദിൻ, ജന്മനാ തന്നെ വൈകല്യമുള്ള ആളാണ്, കണ്ണ് കാണൂല. കണ്ണ് കാണാത്ത ഉമ്മത്തും റളിയല്ലാഹുവിന് അള്ളാഹു ദീർഘായുസ് നൽകിയിട്ടുണ്ട്. ഏകദേശം 100 വർഷത്തിന്റെ അടുത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഒരു 80-85 വയസ്സൊക്കെ ആയ സമയത്ത് റസൂലിനോട് ചോദിച്ചു, അള്ളാഹിന്റെ റസൂൽ എനിക്ക് ചെറിയൊരു ഓതിർ തരും. എന്താ ഓതിർ? ഇത്രയും കാലം ഞാൻ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പം ക്ഷീണിതനായിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്, മാത്രമല്ല കണ്ണിനും കുറച്ച് പ്രയാസമുണ്ട്, ജന്മനാ തന്നെയുള്ള വൈകല്യം. ഒരൊറ്റ കാര്യം, പള്ളിയിൽ വരുന്ന എനിക്ക് ചെറിയൊരു ഇളവ് തരാം. റസൂൽ ചോദിച്ചു, ബാങ്ക് കേൾക്കാറുണ്ടോ? ബാങ്ക് കേൾക്കാറുണ്ട്. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹി മൊത്തവും താങ്കൾ പള്ളിയിലെത്തണം. ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കന്റെ കയ്യിൽ ബാങ്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടോ? സമയം അറിയാനുള്ള സംവിധാനം ഉണ്ടോ? അലാരം അറിയാനുള്ള സംവിധാനം ഉണ്ടോ? വിളിച്ചുണർത്താനുള്ള സംവിധാനം ഉണ്ടോ? അതെ, ബാങ്ക് കേൾക്കാറുണ്ട്. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അബ്ദുല്ലാഹി മൊത്തവും താങ്കൾ പള്ളിയിൽ സുബഹി ജമാഅത്തിനെത്തണം. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇസ്തിഖാമത്തിലാണ് ഉണ്ടാക്കിയെടുത്ത കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ എന്തോ ഒരു നന്മ നമുക്ക് റമദാനിൽ കിട്ടിയിട്ടുണ്ട്. ആ നന്മ സ്ഥിരമായിട്ട് നമ്മൾ നിലനിർത്തുക, പാഴാക്കി കളയാതിരിക്കുക. നമ്മൾ വലിച്ചെറിഞ്ഞ കുറെ ദുശീലങ്ങളുണ്ട്, ദുസ്വഭാവങ്ങളുണ്ട്, വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ ചെന്ന് കൂപ്പുകുത്താതിരിക്കുക. അള്ളാഹുവിനോട് നിരന്തരമായിട്ട് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുക. കിട്ടാവുന്ന എന്തൊക്കെയുണ്ടോ അത് വെച്ചുകൊണ്ട് നിരന്തരമായിട്ട് അള്ളാഹുവിനെ അടുത്തുകൊണ്ടിരിക്കുക. ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, രാത്രി നമസ്കാരങ്ങളിലൂടെ, സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒന്ന് ശീലിച്ചോ. ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് 3 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മളെ കാര്യം മുഴുവൻ അള്ളാഹുവോടൊന്ന് പറഞ്ഞു നോക്കിയോ. അത് അള്ളാഹ് പഠിപ്പിച്ചതാ, റസൂൽ നിർബന്ധാക്കിയ കാര്യമാണ്. വഹി കിട്ടിയ ഉടനെ തന്നെ റസൂലിനോട് പറയുന്നതാ, ഖുർആൻ തർത്തീല, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. രാത്രി കുറച്ചു നേരമെങ്കിലും രാത്രി നമുക്ക് നിസ്കരിക്കുക. അത് കിട്ടുന്ന ഒരു ഈമാനികമായ കരുത്തുണ്ട്. പകലിലെ പോരാട്ടത്തിന് അതൊരു വലിയ പ്രചോദനം. തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു കരുത്തം, ഈമാൻ തൊസിക്കുന്നൊരു ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. അള്ളാന്റെ കാവിലുണ്ടാവും. ഒന്ന് പരീക്ഷിച്ചു നോക്കി. നമ്മൾ കുറച്ചാണെങ്കിലും ഒരു 3 റക്അത്ത്, ഒരാൾ അങ്ങനെ തീരുമാനിക്കുന്ന 3 റക്അത്ത്, ഒരാൾ 5 റക്അത്ത് അങ്ങനെ തീരുമാനിക്കുന്നത് കുറച്ചാണെങ്കിൽ പോലും അറിയുന്ന ഭാഗങ്ങളൊക്കെ പാരായണം ചെയ്ത് നിസ്കരിക്കുന്ന, രാത്രി നമസ്കരിക്കുന്ന ഒരു ശീലം. എന്ത് വന്നാലും വേണ്ടിയില്ല, എല്ലാ ദിവസവും ഖുർആന്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും പഠിക്കുകയോ പാരായണം ചെയ്യുന്ന ഒരു ശീലം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും അള്ളാഹുവിന്റെ ചാരത്ത് തന്നെ നിർത്താൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി പടച്ചറപ്പിനെ ഓർത്ത് മുത്തഖികളായ മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ആ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല ചൂടുണ്ട്, അന്തരീക്ഷം ഭയങ്കര കാഠിന്യമാണ്. ഇലക്ഷന്റെ ചൂടും അന്തരീക്ഷത്തിന്റെ ചൂടും ഒക്കെ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. നമുക്കറിയാം, ചൊവ്വാലിലെ 6 നോമ്പിന്റെ ഒരു ശ്രേഷ്ഠത ഉണ്ട്. ആ നോമ്പ് കൂടി നിങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വർഷം മുഴുവൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഉണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. സാധ്യമാകുന്നവരൊക്കെ അത് അനുഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ തുടർച്ചയായിട്ടുള്ള 6 ദിവസമാണ്. പെരുന്നാൾ കഴിഞ്ഞ് ചൊവ്വാലി 2 മുതൽ തന്നെ ആരംഭിക്കുന്ന തുടർച്ചയായിട്ടുള്ള ദിവസം. ഒരാൾക്ക് അങ്ങനെ ക്ഷീണം, ബുദ്ധിമുട്ടും തിരക്കും ഒക്കെ ഉണ്ടെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ, ഈ മാസത്തിന്റെ ഇടയിൽ തന്നെ ഏതെങ്കിലും ദിവസങ്ങൾക്ക് 6 നോമ്പ് കൂടി അനുഷ്ഠിക്കാൻ
ശ്രദ്ധിക്കണം എന്ന് റസൂലിന്റെ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ഹദീസിനെ മുൻപിൽ വെച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. റമദാനിന്റെ ഒരു മാസത്തെ നോമ്പും ചൊവ്വാലിന്റെ 6 ദിവസത്തെ നോമ്പും, അങ്ങനെ 36 നോമ്പ്, ഒരു വർഷം നോമ്പെടുത്തതിന്റെ പ്രതിഫലം നമുക്കതിന് ലഭിക്കും. നമ്മുടെ പാപങ്ങൾ പൊറുക്കും, അള്ളാഹുവിന്റെ ഒരു കാവൽ നമുക്ക് ഉണ്ടാകും. ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ. പലതും നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയം തന്നെയാണ്. ലോകം, മുസ്ലിങ്ങൾ, സംഭവങ്ങൾ, വികാസങ്ങളും ഒക്കെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ്. ഷോപ്പുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ചായ പോലും കിട്ടാനില്ല. പുറത്തിറങ്ങിയ ചായ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ പോലും നമ്മളിപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചായ ഇല്ല എന്നൊക്കെ പറയുന്നത്. വല്ലാത്തൊരവസ്ഥയ്ക്ക് നമുക്ക് പോകണം. പ്രാർത്ഥിക്കുക നന്നായിട്ട്, നമ്മുടെ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടിയും സംഭവവികാസങ്ങൾക്ക് വേണ്ടിയും. ഗൾഫിൽ നല്ല മഴയാണ് പ്രത്യേകിച്ച്, യുഎഇയിലും അതുപോലെ തന്നെ ഒമാനിലൊക്കെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട്, യുദ്ധവും പേമാരിയും മഴവെള്ളം ഒക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലൊക്കെയാണ് ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ. നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകളൊക്കെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അവന്റെ വേദനകൾ നമ്മുടെ വേദനകളാക്കിയിട്ട് മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ സുഹൃത്ത് വന്ന് പറഞ്ഞു, 42 വയസ്സുകാരൻ നോമ്പൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോമ്പിന്റെ അവസാന സമയത്ത് ഒരു മുട്ടിന് ഒരു വേദന, കാലിനൊരു വേദന, പ്രയാസം എടുത്ത് പരിശോധിച്ചു. ബ്ലഡ് എടുത്ത് മറ്റെടുത്ത് നോക്കുമ്പോൾ അതിന് ട്യൂമറാണ്, ബ്രെയിന് ക്യാൻസറാണ്, ശരീരം മൊത്തം അത് ബാധിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരുടെ വലിയ അടുത്ത ബന്ധത്തിലുള്ള ഒരാളാണ്, അവരുടെ ഇളപ്പന്റെ മോനാണ്, ചെറിയ പ്രായമാണ്. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് കുറച്ച് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് ജീവിതത്തിന്റെ ലൗകികമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞ് അള്ളാഹുവിന്റെ കാവലും സംരക്ഷണവും സദാസമയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തമ്പുരാനെ, പിശാചിന്റെ ശർറിൽ നിന്ന്, പൈശാചികമായ പ്രത്യേകതകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അള്ളാഹു, നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ സത്യനെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ, അറിവില്ലാത്തത് കൊണ്ട്, ജാഗ്രത കുറവ് കൊണ്ട് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹുവെ, സംഭവിച്ചു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടല്ല തമ്പുരാനെ. നിന്റെ കാരുണ്യത്താൽ ആ തെറ്റുകൾ മുഴുവൻ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹു, നിനക്ക് വേണ്ടിയിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു, എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ നിന്ന് സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹു, അതിനൊക്കെ ഞങ്ങൾക്ക് ധാരാളം പ്രതിഫലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധത്തിലുള്ള ആളുകൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, കുടുംബത്തിലെ അംഗങ്ങൾ, അള്ളാഹു, പലർക്കും മാരകമായ അസുഖങ്ങളാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വന്ന വലിയ പ്രതീക്ഷ പോലും ഇല്ലാത്ത വിധത്തിൽ വലിയ മാരകമായ അസുഖങ്ങൾ വന്നു പതിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു, ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ആശ്വാസം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിൽ നിന്ന് വിടവാൻ പോയ ആളുകൾ, അള്ളാഹു, അവരിൽ നിന്ന് നിന്റെ സന്നിധാനത്തിലാണ്, ബർസഖിയായ ജീവിതത്തിലാണ്. അള്ളാഹു, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉപ്പ അതിലുണ്ട്, ഉമ്മ ഉണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. ചിലരുടെ മുഖം ഞങ്ങളുടെ മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു വരും, ഓർമ്മകൾ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ട്. അവരോടൊപ്പം നോമ്പനുഷ്ഠിച്ചത്, നമസ്കരിച്ചത്, പെരുന്നാൾ ആഘോഷിച്ചത്. അള്ളാഹുവെ, അവരുടെ ജീവിതത്തിന്റെ അവരുടെ ആയുസ് പൂർത്തിയാക്കി ഇന്നിലേക്കൊരു മടങ്ങിയിട്ടുണ്ട്, അപകടത്തിലാണ്. അള്ളാഹു, അതോടെ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു, അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഞങ്ങൾ എല്ലാവരെയും വലിയ പരീക്ഷണങ്ങളിൽ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم احينا مسلمين وأمتنا مسلمين. اللهم احينا بالكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. أقم الصلاة.